ഇത് അക്ഷരം പ്രതി അനുസരിച്ചവരായിരുന്നു സഹാബികൾ. അവർക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന്റെ ദൂതനോടായിരുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. ആ സ്നേഹം അവർ ജീവിതത്തിൽ അവിടുത്തെ ആദർശം പിൻപറ്റുന്നതിലാണ് ഏറ്റവും കൂടുതൽ കണിശത കാണിച്ചത്. നബി എന്ത് പറഞ്ഞു അങ്ങനെ തന്നെ ജീവിക്കാനായിരുന്നു സഹാബികളുടെ താല്പര്യം. അങ്ങനെയാണ് അവർ സ്നേഹപ്രകടനം നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് അവരുടെ സ്നേഹപ്രകടനം ചരിത്രത്തിൽ കാണുന്നത്. എന്നാൽ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി അവിടെ മാത്രം ഒതുങ്ങി എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഒരു വ്യക്തി മറ്റൊരാളെ സ്നേഹിച്ചാൽ എന്തെല്ലാം പ്രകടമാകും. അവരുടെ ഇഷ്ടം വല്ലാതെ കൂടിപ്പോയിരുന്നു എന്ന് തന്നെ ചരിത്രത്തിൽ കാണാം. മുത്തുനബിയല്ലേ പഠിപ്പിച്ചത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും ഈമാൻ കൊണ്ട് പൂർണ്ണരല്ല, മുഅ്മിനീങ്ങളല്ല. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും എല്ലാവരെക്കാളും നിങ്ങൾക്കിഷ്ടം എന്നോടായിരിക്കണം. മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം. സഹാബികൾക്ക് അങ്ങനെയായിരുന്നു, തബഉ താബീങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവരത് പ്രകടിപ്പിച്ചത് എങ്ങനെയാ? റസൂലുള്ളാഹിന്റെ മുടി എവിടെയാ, റസൂലുള്ളാഹിന്റെ ശരീരം എവിടെയാ എന്നന്വേഷിച്ചുകൊണ്ട്, അത് തേടിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി പള്ളി ഉണ്ടാക്കുക എന്ന നിലപാടായിരുന്നില്ല. ആ ജീവിതത്തെ അനുധാവനം ചെയ്യുക എന്നതായിരുന്നു അവർ മഹബത്തിന്റെ അടയാളമായി കാണിച്ചിട്ടുള്ളത്. സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ പിൻപറ്റേണ്ടവരാണ്. അപ്പൊ സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളം ആ ജീവിതത്തെ പിൻപറ്റലാണ്. ആ അങ്ങനെ തന്നെയുള്ള സ്നേഹം അവർ കാണിക്കുന്നതിന്റെ പുറത്തേക്ക് ഞാൻ വ്യക്തമായി സൂചിപ്പിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ ശരീരത്തോട് അവർ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു, അവിടുത്തെ കേശത്തോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു, അവിടുത്തെ വിയർപ്പിനോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പ്രണയിനി, നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പ്രേമഭാചനം. ആ പ്രേമഭാചനത്തിന്റെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയപ്പെട്ടതുപോലെ മുത്തുനബിയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരങ്ങനെ കാണിച്ചിരുന്നു. ഒരു ഭാഗത്ത് ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കണം, ഞങ്ങളുടെ നേതാവ് ഞങ്ങളെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണെന്ന് കാണിച്ചു കൊടുക്കണം. മറുഭാഗത്ത് അടങ്ങാത്ത അവരുടെ സ്നേഹത്തിന്റെ പ്രകടനവും പുറത്തേക്ക് വന്നു. ഇത് രണ്ടും ചരിത്രത്തിലുള്ളതാണ്, നമ്മളതിനെ നിഷേധിക്കേണ്ടതില്ല. ആ സ്നേഹപ്രകടനത്തെ, അതല്ലെങ്കിൽ ആ പ്രത്യേകത കൽപ്പിക്കലിനെ തബറുക്ക് എന്ന പേരിൽ തന്നെ ചില ഹദീസിന്റെ ചില എന്നല്ല സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസുകളില്, മുസ്ലിം അടക്കം ഉദ്ധരിച്ച ഹദീസുകളില്, സിഹാഹുസുദ്ദയുടെ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി വെച്ചത് സഹാബികൾ പ്രവാചകന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകത കൽപ്പിച്ചതിനെ ബർക്കത്ത് എന്നുള്ള നിലക്ക് തന്നെ സൂചിപ്പിച്ച ഹെഡിങ്ങുകൾ ഉണ്ട്. കിതാബുൽ ഖുമുസ് എന്ന് പറയുന്നൊരു കിതാബ് തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ ബുഖാരിയുടെ ഹെഡിങ്ങിന് താഴെ ഒരുപാട് അധ്യായങ്ങളും ഉണ്ട്. ആ അധ്യായങ്ങളിലൊക്കെ തബറുക്ക് എന്ന പേരിൽ തന്നെ ചില ഹെഡിങ്ങുകളും നമുക്ക് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം ആ രൂപത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന പേരിൽ കൊണ്ടുവന്നാൽ നമുക്കതിന്റെ പേരിൽ ബർക്കത്തെടുക്കാമോ? ഒരാൾ ഒരു ചെരുപ്പ് കൊണ്ടുവന്നാൽ നമുക്ക് ബർക്കത്തെടുക്കാമോ? നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുവന്നാൽ ബർക്കത്തെടുക്കാമോ? ഈ ഒരു അന്വേഷണം, ഈ ഒരു ചർച്ച പ്രസക്തമാണോ എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ചരിത്രത്തിൽ കണ്ടുവന്നിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നും അങ്ങനെയാണെങ്കിൽ എടുത്തൂടെ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. കാരണം എന്താ? ചരിത്രത്തിൽ കാണിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനോടുള്ള സ്നേഹം അതിന്ന് നിലവിലുണ്ടാകണമെങ്കിൽ അതിന്റെ പാരമ്പര്യം തുടർച്ചയായിട്ട് നമുക്ക് ലഭ്യമാകണം. അതാണ് സ്നേഹപ്രകടനമെന്ന് വരുത്തി തീർക്കണം. അതിലൂടെയാണ് ബർക്കത്ത് നമുക്ക് ലഭിക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ബർക്കത്തുമായി
ഇതുമായി ബന്ധപ്പെട്ട പോലും ആയത്തുകളും ഹദീസുകളും പരിശോധിച്ചു നോക്കുക. അതിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന സൂറത്തുൽ അൻആമിന്റെ അഅറാഫിന്റെ ആയത്തിൽ കാണാം, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു സൂചിപ്പിച്ചൊരു സൂചനയാണത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ബറക്കത്ത് ലഭിക്കുവാൻ അല്ലാഹു ദുനിയാവിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മുത്തുനബിയുടെ ശരീരത്തിന്റെ അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള അവിടുത്തെ മുടിയും അവിടുത്തെ വടിയും അവിടുത്തെ മോതിരവും അവിടുത്തെ നഖവും അവിടുത്തെ പാത്രവും ഒക്കെ ദുനിയാവിൽ ബാക്കി വെക്കുക എന്നതാണ് മുസ്ലിമീങ്ങൾക്ക് നന്മയെങ്കിൽ, ഇസ്ലാമിന് നന്മയെങ്കിൽ, ഉമ്മത്തിന് നന്മയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ അതിനൊരു വഴി കാണുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ചെയ്യപ്പെട്ടതായിട്ട് രേഖകളിലില്ലല്ലോ. അതേ അവസരത്തിൽ സ്നേഹിച്ച തന്റെ അനുയായികൾക്ക് വേണ്ടി അവിടുന്ന് മുടി വിതരണം ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനെ മറപിടിച്ചുകൊണ്ട് ഇന്ന് നടത്തുന്ന ബർക്കത്തെടുക്കലുകളുണ്ടല്ലോ, ആ ബർക്കത്തെടുക്കലുകളെ പറ്റി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് ലഭ്യമാണ്. മഹാന്മാരായ സലഫുകളായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച വിശദീകരണങ്ങൾ. അതേ പ്രകാരം തന്നെ ഇന്ന് ഇത്തരം ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കാമോ, അല്ലെങ്കിൽ അങ്ങനെ ബർക്കത്തെടുക്കുന്നതിന്റെ താല്പര്യം എന്താണ്, വിധി എന്താണെന്ന് സൂചിപ്പിച്ചിടത്തൊക്കെ അവർ പറയുന്നത് ആ ചർച്ച പോലും പ്രസക്തമല്ല എന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റൂ എന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമല്ല. കാരണം നോക്കൂ നിങ്ങൾ, നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാം, വനഹ്നു നഅലമു അന്ന ആസാറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മിൻ സിയാബിൻ ഔ ശഅരിൻ, അവിടുത്തെ വസ്ത്രമാകട്ടെ അവിടുത്തെ മുടിയാകട്ടെ അങ്ങനെ അവിടുത്തെ ഏതെങ്കിലും രൂപത്തിലുള്ള ആസാറുകളാകട്ടെ ഖദ് ഫുഖിദത്, അതിന്ന് ലോകത്തുനിന്ന് ഇല്ലാതായിരിക്കുന്നു. വലൈസ ബിഇംകാനി അഹദിൻ ഇസ്ബാത്ത് വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീനി, വളരെ കൃത്യമായിട്ട് യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തില് ഇന്ന് റസൂലുള്ളാഹിയുടെ മുടിയുണ്ടെന്നോ ഇന്ന് റസൂലുള്ളാഹിയുടെ വസ്ത്രമുണ്ടെന്നോ അവകാശപ്പെടുന്ന ഒരൊറ്റ രേഖയും ഒരൊറ്റ ഉറപ്പും ലോകത്ത് ലഭ്യമല്ല. നാം നാസിറുദ്ദീൻ അൽബാനിയെ അന്ധമായി തഖ്ലീദ് ചെയ്യണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയല്ല. പക്ഷെ നോക്കൂ നിങ്ങൾ, തബറുക്കിനെ അംഗീകരിക്കുന്ന വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ സൂചിപ്പിച്ചത് ഇപ്രകാരമാണെങ്കിൽ, ഇബ്നു തൈമിയ പറയുന്ന, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന ഒരു വാചകം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. കാന അഹ്ലുൽ മദീന, മദീനയിലുള്ള ആളുകൾക്ക് ബർക്കത്ത് ലഭിച്ചത് എങ്ങനെയാണ്? മുത്തുനബി അവിടെ പോയി മുടി കൊടുത്തുകൊണ്ടാണോ, മുത്തുനബിയുടെ വസ്ത്രം കൊടുത്തുകൊണ്ടാണോ? ഒരു വിശ്വാസിക്ക് ബർക്കത്ത് ലഭിക്കണമെങ്കിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ലമ്മാ ഖദിമ അലൈഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്നപ്പോൾ അവർക്ക് ബർക്കത്ത് ലഭിച്ചത് ലിമാ ആമനൂ ബിഹി വതഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്, പ്രവാചകനെ അനുധാവനം ചെയ്യുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബർക്കത്ത് അവർക്ക് കാംക്ഷിക്കുകയും അവർക്ക് കരസ്ഥമാക്കുകയും ചെയ്തു. ബൽ കുല്ലു മുഅ്മിനിൻ ആമന ബിർറസൂലി വതഅഹു, ആരൊക്കെ ഏതൊക്കെ മുഅ്മിൻ മുത്തുനബിയെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവർക്കൊക്കെ അതിന്റെ കാരണം കൊണ്ട് ബർക്കത്ത് ലഭിക്കുന്നതാണ്. അതേ പ്രകാരം തന്നെ ദുനിയാവിലും ആഖിറത്തിലും അവർ അറിയാത്ത രൂപത്തിലുള്ള വിജയം ലഭിക്കുന്നതാണ്, പുണ്യം ലഭിക്കുന്നതാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈമാൻ കൊണ്ടാണ് ഒരു വിശ്വാസിക്ക് ബർക്കത്ത് ലഭിക്കുന്നത്, തഖ്വ കൊണ്ടാണ് ഒരു വിശ്വാസിക്ക് ബർക്കത്ത് ലഭിക്കുന്നത്. പക്ഷെ ഇന്ന് ഇതാ ബർക്കത്താക്കപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞ പേരിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കിടയിലേക്ക് മുടിവെള്ളം കൊണ്ടുവന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയുമോ? അവർക്ക് ഈമാനില്ലെങ്കിലും വേണ്ടില്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, തഖ്വയില്ലെങ്കിലും വേണ്ടില്ല, റമദാനിൽ തോന്നിവാസം കളിച്ചാലും വേണ്ടില്ല, ബർക്കത്താക്കപ്പെട്ട വെള്ളം അങ്ങ് കുടിപ്പിച്ചാൽ മതി. അതിനെത്ര പണവും നിങ്ങൾ ചെലവഴിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നാം സൂചിപ്പിക്കുന്നത്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അഥവാ ആമുഖമായി ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മുസ്ലിം ലോകത്തിന് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ പിന്നിൽ സഹാബികളിൽ കണ്ടുവന്നിരുന്ന അടയാളങ്ങൾ, അതൊരു പക്ഷേ മുസ്ലിം ലോകത്തിന് ഒന്നടങ്കം പിന്തുടരപ്പെടേണ്ട അടയാളമാണെന്ന് ലോകം വിലയിരുത്തിയിട്ടില്ലെങ്കിൽ പോലും അതിന്റെ മറപിടിച്ചുകൊണ്ട്, ആ സ്നേഹത്തിന്റെ മറപിടിച്ചുകൊണ്ട്, ആത്മീയ നേതാവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്നതിന്റെ മറപിടിച്ചുകൊണ്ട് ഇന്നാളുകൾ ചെയ്യുന്നത് വാണിഭം നടത്തുകയാണ്, വ്യവസായം നടത്തുകയാണ് എന്നുള്ളതാണ്.
അതിനൊക്കെ എതിരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് വ്യക്തമായി നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളിപ്പിരിവ് വാണിഭമാണോ, നിങ്ങളും പള്ളി പിരിവെടുക്കലില്ലേ, നിങ്ങളും ബക്കറ്റ് പിരിവെടുക്കലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നൊന്നായി ഇൻഷാ അല്ലാഹ് പറയുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സ്ക്രീൻ വെച്ചുകൊണ്ട് നാം കാണിക്കുന്നതിന്റെ ഉദ്ദേശം. നോക്കൂ, ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൽ എവിടെയും അമ്പിയാക്കളുടെ ആസാറുകൾ ഇന്നിടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഖൈറ് അവിടെയാണ് കിടക്കുന്നത് എന്ന് സൂചിപ്പിച്ചില്ല. എന്നാൽ അവിടെയൊക്കെ അള്ളാഹു എന്ത് ചെയ്തു? മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതവും ആദർശവും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. അതാണ് പ്രിയമുള്ളവരെ മുഖ്യമായി നാം കാണേണ്ടത്. അത് പിൻപറ്റുന്ന ആളുകളെ സൃഷ്ടിക്കുവാനാണ് നാം പണിയെടുക്കേണ്ടത്. ആ ആദർശമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ഉണ്ടാക്കുവാനുള്ള ദഅവത്താണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷെ സംഘടനയും തങ്ങളുടെ ശക്തിയും തങ്ങളുടെ പണവും ഉപയോഗപ്പെടുത്തുന്നത് ആളുകളെ മുടിയിലേക്കും മുടിയിട്ട വള്ളത്തിലേക്കും അതിന്റെ കച്ചവടത്തിലേക്കും ക്ഷണിക്കുക എന്നതല്ലേ ഏറ്റവും വലിയ ദൗർഭാഗ്യമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ കാണിക്കുന്ന വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. ആ മാർഗത്തിലൂടെയാണ് നാം ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോകേണ്ടത്. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തിരികേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കേരളത്തിൽ ഒരു തിരികേശം വന്നിട്ടുണ്ട് എന്നും കേരളത്തിലേക്ക് ഒരു മുടി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്നും നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാം. വിദേശത്തെ അബൂദാബിയിൽ നിന്ന് ഒരു അറബി കൊടുത്തതാണ് എന്നും ആ അറബി തനിക്ക് തന്നതിന്റെ പേരിൽ കേരളത്തിൽ ഒരു വലിയ പള്ളി ഉണ്ടാക്കേണ്ടതുണ്ട് എന്നും ആ അറബിയുടെ കയ്യിൽ ഒരുപാട് മുടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത. ഇതിന്റെ ഓരോ വിശദാംശങ്ങളിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. ആ കാണുന്ന വലിയ മുടിയാണ് റസൂലുള്ളാഹിയുടെ മുടി. ആ കുറെ മുടികളിൽ നിന്നാണ് 2 or 3 എടുത്ത് ഒരു കുപ്പിയിലാക്കി കാരന്തൂരിൽ വന്ന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ മുടി കൊടുക്കപ്പെടുകയും ആ മുടിക്ക് വേണ്ടി ഒരു 40 കോടിയുടെ പള്ളി നമുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞ് വ്യാപകമായ ഫ്ലക്സ് ബോർഡുകൾ പതിക്കുകയും ആളുകളിൽ നിന്ന് കാശ് പിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലുള്ള ഉത്ബുദ്ധരായ ജനങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. സംഘടനാ ഭേദമന്യേ ഈ കൂട്ടരൊഴികെ ബാക്കി എല്ലാവരും ഇത് തട്ടിപ്പാണ്, ഇത് കച്ചവടമാണ്, ഇത് വാണിഭമാണ്, ഇത് ആത്മീയ തട്ടിപ്പാണ്. ഇങ്ങനെ നിരന്തരം ആളുകൾക്കിടയിലേക്ക് പ്രചരണം വന്നപ്പോൾ ഇവരുടെ പ്രതികരണം എക്കാലഘട്ടത്തിലും ഇവർ സ്വീകരിച്ചിരുന്ന അതേ ശൈലിയിൽ ആയിരുന്നു. ഏതാണ് ആ ശൈലി? ആ ശൈലി ഏത് കാലഘട്ടത്തിലും പ്രബോധനത്തെ തടയിടുവാൻ ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന ശൈലിയാണ്. അഥവാ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കൊണ്ടുപോവുക, എന്നിട്ട് ആളുകൾക്കിടയിലേക്ക് തങ്ങളുടെ ആദർശം കുത്തിവെക്കുവാൻ ശ്രമിക്കുക. നോക്കൂ, നിങ്ങള് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നുള്ള ഖുർആനിന്റെ ആശയം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞതെന്താ? അല്ലാഹു അല്ലാത്ത ഔലിയാക്കളോട് ഇവർക്ക് വെറുപ്പാണ്, അമ്പിയാക്കൾക്കോട് ഇവർക്ക് സ്നേഹമില്ല, അതുകൊണ്ടാണ് ഇവരത് പറയുന്നത് എന്നാണ്.